പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലുള്ള ഏത് മന്ത്രി എടുത്തോട്ടെ, ഏത് കുറ്റിച്ചൂല് എടുത്തോട്ടെ, ഏത് പട്ടാള മേധാവി എടുത്തോട്ടെ, എല്ലാ എണ്ണത്തിന്റെ കയ്യിൽ ഒറ്റ ഡയലേ ഉള്ളു: ഞങ്ങളുടെ കയ്യിൽ അണുവായതുകൊണ്ട് ഞങ്ങളിപ്പോ പൊട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ അണുവായതുകൊണ്ട് ഞങ്ങളിപ്പോ പൊട്ടില്ല. അപ്പൊ മോദി അതേ നാളെ തന്നെ, മോദി പറച്ചിലും പറയലും ഒന്നും ഇല്ലല്ലോ, അപ്പൊ ഈ ചെയ്ത് കഴിച്ചിട്ടേ പിന്നെ അറിയത്തുള്ളൂ എന്താ സംഭവിക്കാന്ന്. എന്തായാലും പാകിസ്ഥാന് എഴുന്നേക്കാൻ പറ്റാത്തൊരു അടി കൊടുക്കും എന്നുള്ള കാര്യം എന്തായാലും 100% ഉറപ്പാണ്. എന്തായാലും ആദ്യം തന്നെ 1971 യുദ്ധം ഉണ്ടായിട്ട് പോലും റദ്ദ് ചെയ്യാത്ത സിന്ധു നദീജല കരാർ അങ്ങോട്ട് റദ്ദാക്കി. പിന്നെ ഈ ചിനാബ്, ചലം നദികളിലെ വെള്ളം അങ്ങോട്ട് കട്ട് ചെയ്തു. ഇവന്മാർക്ക് വെള്ളം വേണം എന്നുള്ള കരച്ചിലായി. അപ്പോഴും ഈ കട്ട് ചെയ്തതൊക്കെ യുദ്ധമായിട്ട് കാണണമെന്ന് പറഞ്ഞു. യുദ്ധമായിട്ട് കണ്ട് ഈ പറഞ്ഞ പോലെ അണുവായുധം ഇപ്പൊ പ്രയോഗിക്കുക, അണുവായുധം ഇപ്പൊ പ്രയോഗിക്കുക. ഇവന്മാരെ എവിടെ പ്രയോഗിക്കാനാ? മോദിക്ക് അറിയാല്ല. മോദി അപ്പൊ തന്നെ നേരെ അങ്ങോട്ട് ജലബോംബ് അങ്ങ് തുറന്നു വിട്ട്, ജലബോംബ് തുറന്നിട്ട് അങ്ങോട്ട് വെള്ളത്തിൽ അങ്ങോട്ട് ആക്കി. അപ്പോഴും അവന്മാർക്ക് ഈ പറഞ്ഞ പോലെ ആണവായുധം പ്രയോഗിക്കണ്ട. അങ്ങനെ ആകെ പാകിസ്ഥാൻ പെട്ട് മെഴുകിയിരിക്കാന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ എന്തായാലും നേരെ അമേരിക്കയെ വിളിക്കുന്നു, ട്രംപിനെ വിളിക്കുന്നു, ട്രംപിനോട് പറയുന്നു ഇന്ന പോലെ സഹായിക്കണമെന്ന്. ട്രംപ് എന്തായാലും ഇന്ത്യയുടെ കൂടെ നിൽക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ ട്രംപ് നിന്നാലും നിന്നില്ലേലും ഇന്ത്യക്ക് ഒരു മാങ്ങാത്തൊലിയില്ല. അപ്പൊ എന്തായാലും തൊട്ടപ്പുറത്ത് ഇപ്പൊ തന്നെ പാകിസ്ഥാന്റെ മുൻ പട്ടാള മേധാവി പറഞ്ഞിട്ടുണ്ട്, ചൈനയായിട്ട് ചേർന്നിട്ടുള്ള ഇപ്പോഴത്തെ പട്ടാള മേധാവിയാണ് ഈ ചൈനയായിട്ട് ചേർന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അപ്പൊ ചൈന ഇടപെടുമ്പോൾ സ്വാഭാവികം ട്രംപ് ഇടപെടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ട്രംപ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യമൊന്നുമില്ല. അപ്പൊ പാകിസ്ഥാന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത് ചൈനയാണ്. കാരണം ഇന്ത്യ അതേപോലെ വളർന്നു വരുവാണല്ലോ, ഇപ്പൊ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി. അപ്പൊ എന്തായാലും പാകിസ്ഥാൻ ഇപ്പൊ ഈ പറയുന്ന പോലെ വിരട്ടല് തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പൊ എന്തായാലും നമ്മുടെ പുൽവാമ അറ്റാക്കിന് ശേഷം ബാലാകോട്ടിൽ 2019 ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഞെട്ടലിലാണ് ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് ഉണർന്നിട്ടില്ലെന്ന് വേണം പറയാൻ. കാര്യം ഇപ്പോഴും ഈ പറയുന്ന പോലെ ആണവായുധം പ്രയോഗിക്കുക എന്ന് പറയാൻ വേറെ അവർക്ക് ഓപ്ഷൻ ഇല്ലാന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പൊ എന്തായാലും മോദി അമിത്ഷായും ഒന്നും ഇതിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അവരവരുടെ കാര്യം നോക്കി ഇങ്ങനെ പോവുകയാണ്. അവര് കര, നാവിക, വ്യോമസേന അഭ്യാസങ്ങൾ പൊടി തട്ടിയെടുത്തോണ്ടിരിക്കുകയാണ്. അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യക്കകത്തുള്ള തീവ്രവാദികളെല്ലാം ചവിട്ടി അങ്ങനെ പുറത്താക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇനി പാകിസ്ഥാന്റെ വരത്തിനും വേണ്ടെന്നുള്ള രീതിയിലെല്ലാം അവിടെ ചവിട്ടി വെളിയിലോട്ടാക്കി. അപ്പൊ എന്തായാലും പാകിസ്ഥാനിലുള്ളവരെയും കൂടി ഇന്ത്യ ഇങ്ങോട്ടേക്ക് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഏകദേശം 50 പേരുണ്ടായിരുന്ന ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഏകദേശം 35 പേരോളം മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പൊ എന്തായാലും ഒരു യുദ്ധം ആസന്നമാണെന്നുള്ള കാര്യത്തിൽ 100% എന്തായാലും ഉറപ്പാണ്. യുദ്ധം എന്തായാലും മോദി എന്തായാലും നാലാം സാമ്പത്തിക ശക്തിയായ ഇന്ത്യയെ ഇനി പിന്നോട്ടടിക്കാത്ത രീതിയിലുള്ള ഒരു അടിയായിരിക്കും പാകിസ്ഥാന് കൊടുക്കാന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പാകിസ്ഥാൻ ഇനി നൂരാത്ത രീതിയിലുള്ള ഒരു അടിയാണ് മോദിയും അമിത്ഷായും ഈ പറയുന്ന അജിത് ഡോവൽ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, പാകിസ്ഥാനിൽ വർഷങ്ങളോളം ഇന്ത്യക്ക് വേണ്ടി ചാരപ്രവൃത്തി ചെയ്ത വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹവും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും ഒരു സൈലന്റ് ആയിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. ഇപ്പം എല്ലാ സംസ്ഥാനങ്ങളിലും മോക്ക് ഡ്രില്ല് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 1971 ശേഷം ഇപ്പോഴാണ് മോക്ക് ഡ്രില്ല് പറയുന്നത്. അതായത് യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് അതിന്റെ ഒരു മുന്നൊരുക്കങ്ങളുള്ള രീതിയിലാണ് മോക്ക് ഡ്രില്ലിനെ കാണുന്നത്. അപ്പൊ എന്തായാലും 1971 ശേഷമാണ് ഇപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലും നടത്താൻ പോണത്. നാളെയാണ് നടത്താൻ പോകുന്നത്. കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം, എറണാകുളത്താണ് മോക്ക് ഡ്രില്ല് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഏകദേശം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിന്റെ അന്തിമ തീരുമാനം എന്തായാലും വരുന്നതായിരിക്കും. ഇന്ത്യക്ക് അകത്തുള്ള തീവ്രവാദികളെല്ലാം ചവിട്ടി പൊട്ടിച്ച് കാശ്മീരും ഒന്ന് ശുദ്ധികലാശം ചെയ്ത്, പിന്നെ ഇന്ത്യക്ക് ബംഗാളിലെല്ലാം ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളെല്ലാം ഓൾറെഡി ഓടി പാകിസ്ഥാനിലോട്ട് തന്നെ വലിഞ്ഞിട്ടുണ്ട് പേടിച്ചിട്ട്. ഇനി ശേഷിക്കുന്നവന്മാരെയും കൂടെ അടിച്ച് പൊട്ടിച്ചിട്ട് വേണം പാകിസ്ഥാനിലോട്ടൊന്ന് സൈര്യവാരം നടത്താമെന്നുള്ള രീതിയിലായിരിക്കണം മോദി, അമിത്ഷായും ഈ പറഞ്ഞ അജിത് ഡോവലും നിൽക്കുന്നുണ്ടാവാം. അപ്പൊ എന്തായാലും പാകിസ്ഥാൻ ബോർഡർ നമുക്ക് കടന്ന് അടിക്കേണ്ട ഒരു ആവശ്യം വരില്ല. നമുക്ക് ഈ സുഖോയിൽ നിന്ന് ഒരു ബ്രഹ്മോസ് ഉണ്ട്. ബ്രഹ്മോസ് അങ്ങോട്ട് പ്രയോഗിച്ചാൽ തന്നെ പാകിസ്ഥാനിന്റെ വിവിധ ഭാഗങ്ങളും അതിന്റെ റഡാറിൽ തന്നെ കിടക്കുന്നത്. പിന്നെ നാഗാസ്ത്ര ഡ്രോണുകളുണ്ട്, അതും പോയി അടിച്ചിട്ട് വരും. പിന്നെ ഇവന്മാർ ഇങ്ങോട്ട് പഠിച്ച് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ S-400 അവിടെ നിരത്തി വെച്ചേക്കാം. ഏത് വലിയ വന്നാലും അടിച്ചിടാന്നുള്ള രീതിയിലാണ് അവനെ ഞങ്ങൾ നിരത്തി വെച്ചേക്കുന്നത്. അപ്പൊ എന്തായാലും കുറച്ച് ദിവസങ്ങളിൽ അറിയാം എന്ത് സംഭവിക്കുമെന്ന്. അപ്പൊ കാത്തിരുന്ന് കാണാം എന്തായാലും എന്താണ് ഇവരുടെ തീരുമാനം, എന്താണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളത്. ഏകദേശം കുറച്ച് ദിവസങ്ങളിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. എന്തായാലും പാകിസ്ഥാൻ ഇനി ഒരു കാര്യം സംശയമാണ്, പാകിസ്ഥാൻ ഇനി ഉയരില്ല എന്നുള്ള കാര്യം 100%.